അപ്പം നമ്മുടെ വെള്ളക്കുഞ്ഞിനെ എല്ലാവരും തിരക്കാറില്ലായിരുന്നോ? വെള്ളക്കുഞ്ഞിനെ കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ ആളതേ സറണ്ടർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളി നമ്മളോട്, ഇപ്പം എനിക്ക് ഇന്നാ മനസ്സിലായത്, നമ്മളോട് കൂടി പുള്ളിക്ക് അടുക്കണം കൂട്ടുകൂടണം എന്നൊക്കെ ഉണ്ട്. അത് മറ്റേ അവരുടെ കൂട്ടുകാരോട് പറ്റത്തില്ല. സുന്ദരന്മാരോടാണേലും വലുതായിട്ട് പറ്റില്ല. കുഞ്ഞു മക്കളുണ്ടല്ലോ അവരുടെ അടുത്തേലും പറ്റത്തില്ല. അവരോടൊന്നും അങ്ങനെ കടിപിടിയൊക്കെ കൂടുന്നത് എന്തുകൊണ്ടോ അവരോടല്ല ഇഷ്ടം, മനുഷ്യരോടാണ് ഇഷ്ടം. എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അവർ 9, 10 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അന്ന് കളയാൻ കൊണ്ടുവന്ന പിള്ളേരും ഞാൻ കണ്ടെന്ന് പറയില്ല. അപ്പോൾ അവരിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ പറയും, അപ്പം എൻ്റെ വിചാരം അവരുടെ വീട്ടിൽ വളർത്തുന്നതായിരിക്കും, അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ചുള്ളൂ. അപ്പോൾ അത്രയും നല്ല കെയറിങ്ങിലും നല്ല സ്നേഹത്തിലും ആയിരുന്നു. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അറിയാമല്ലോ, നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ സ്നേഹിക്കും. അപ്പം അങ്ങനെ വന്ന് അവന് മിസ് ചെയ്യുന്നുണ്ട് ഈ കുഞ്ഞിന്. അതുകൊണ്ടാണ് പുള്ളി ഒറ്റയ്ക്ക് കിടന്നത്. ഇന്നപ്പം നമ്മൾ വിളിച്ച് മടിയിലൊക്കെ കിടത്തി, ഞാൻ എടുത്ത് വന്നപ്പം മടിയിലോട്ട് വിളിച്ചപ്പോൾ ഓടി വന്ന് മടിയിൽ കിടന്ന് കേട്ടോ. അപ്പോൾ അതേ ആൾ ഉറങ്ങി. ഈ ഉറക്കം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ. സൂസീനെ ചോദിച്ചിട്ടില്ലേ, സൂസി ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഞാൻ ഇങ്ങനെ വേണ്ട കളിക്കണേണ്ട നമ്മളോട്. അത് എനിക്ക് ഇന്നാണ് കാര്യം പിടികിട്ടിയത്. ഇനിയിപ്പം നമ്മൾ അതിൻ്റെ ആ ഒറ്റപ്പെടൽ മാറ്റി കൊടുക്കാം. എന്നാന്ന് വെച്ചാൽ എന്താ ഒറ്റപ്പെട്ട് കിടക്കണേന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ, ഇന്നാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ അവന് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മളിന്ന് കറക്റ്റ് ചെയ്തു. അപ്പോൾ ഇനി ശ്രദ്ധിക്കാം. അപ്പം അന്നേരം അറിയാമല്ലോ, നാളെയും കൂടിയൊക്കെ നോക്കുമ്പോൾ അറിയാമല്ലോ. ഭയങ്കര കളി എന്ന് വെച്ചാൽ ഒരു ക്യൂട്ട്, എന്താ പറയണ, നല്ല രസം. ഭയങ്കര ഒരു കുഞ്ഞു പാവേനെ ഇങ്ങനെ മടിയിൽ കിടത്തുന്നു, അതുപോലെ തന്നെ ആളെ. നമ്മുടെ സൂസി വീണ്ടും ഇന്ന് എന്താണെന്ന് അറിയാമല്ലോ, ഞാനും മൂർത്തി സിറ്റൗട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയില്ലേ, ശർമ്മക്കൂട്ടൻ ഒരു കോഴിക്കൂടിൻ്റെ ഒരു ചെറിയ പണിയിലൊക്കെയാണ്. കോഴിക്കൂടല്ല, ഒരു കോഴീനെയും ആടിനെയും പശുവിനെയും കിട്ടുന്ന സ്ഥലത്തൊരു ഡോറ് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലങ്ങോട്ട് ഇന്ന് പോയേച്ചേ. അപ്പോൾ നമ്മുടെ കൂടെ ഒന്നും അധികം വന്നിട്ടില്ല. അപ്പം ശരി, പിന്നെ കാണാം.